Hello dears, welcome back to ISK Easy English. Dear friends, ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഒരു വൊക്കാബുലറി വീഡിയോ ആണ്. വൊക്കാബുലറി ഫോർ സ്പോക്കൺ ഇംഗ്ലീഷ്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് വൊക്കാബുലറി എന്നുള്ളത്. അതായത് നമുക്ക് അത്യാവശ്യം വാക്കുകൾ നമുക്ക് അറിയണം. വാക്കുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേർഡാണ് വാക്ക് എന്നുള്ളത്, അതായത് നടക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിൽ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നോർമലായിട്ട് നടക്കുക എന്ന അർത്ഥമാണ് ഈ വാക്ക് എന്ന വേർഡിന്. സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള നടത്തം, എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള പല തരത്തിലുള്ള നടത്തങ്ങളുണ്ട്. ആ നടത്തത്തെ സൂചിപ്പിക്കാൻ വ്യത്യസ്ത തരം വാക്കുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 5 തരത്തിലുള്ള നടത്തങ്ങളും ആ 5 തരത്തിലുള്ള നടത്തങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളുമാണ്. അതായത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് പേസ് എന്നുള്ളതാണ്. പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവധാനത്തിൽ നടത്തുക, അതായത് ഉലാത്തുക. നമ്മൾ ഉലാത്തുക എന്നൊക്കെ പറയുമല്ലോ, അതാണ് പേസ്. മറ്റൊന്നാണ് സ്ട്രെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് വിട്ട്, അതായത് നമ്മൾ കാല് അകത്തി വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, നടക്കുക, വേഗം എന്നുള്ളതാണ്. ഇനി മറ്റൊന്നാണ് ട്രോട്ട് എന്നുള്ളത്. ട്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലടുത്ത് വെച്ച് തന്നെ വേഗത്തിൽ നമ്മൾ കുതിക്കുന്ന പോലെ നടക്കുക, അതാണ് ട്രോട്ട്. ഇനി നാലാമത്തെ വേർഡാണ് സ്റ്റാഗർ എന്നുള്ളത്. സ്റ്റാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രയാസപ്പെട്ട് നടക്കുക എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് വളരെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടായിട്ട്, ചിലപ്പോൾ ഒരു കത്തി കൊണ്ടുള്ള കുത്താവാം, അല്ലെങ്കിൽ കാലിന് പ്രശ്നമാവാം. അങ്ങനെ നമ്മൾ പ്രയാസപ്പെടും, നമ്മൾ വേച്ച് നടക്കുക എന്ന് പറയില്ല, ആടി നടക്കുക. അങ്ങനെ നടക്കുന്നതിനാണ് നമ്മൾ സ്റ്റാഗർ എന്ന് പറയാം. ഇനി അടുത്ത 5ാമത്തേതാണ് ലിംബ് എന്നുള്ളത്. ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടായിരിക്കും, മുടന്തി നടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു 5 നടത്തം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് റിച്ചുന്ന് നടന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ നോക്കൂ, റിച്ചുന് എന്താ പറയുള്ളത്? അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എന്നാൽ റിച്ചുവിന്റെ ആ നടത്തം നമുക്ക് എങ്ങനെയാണ് ഈ 5 കാര്യങ്ങൾ എന്നുള്ളത്, ഈ 5 തരത്തിലുള്ള നടത്തങ്ങൾ എന്നുള്ള വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തേത് പേസ് എന്നുള്ളതാണ്. അതായത് വളരെ നോർമലായിട്ട് സാധാ രീതിയിൽ നമ്മൾ നടക്കുന്ന പോലെ നടക്കുക. അതായത് നമ്മൾ ഉലാത്ത എന്നൊക്കെ പറയില്ലേ, അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നടക്കുക, അത്തരത്തിലുള്ള ഒരു നോർമൽ വാക്കിംഗ് ആണ് പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്ട്രെയ്ഡ് എന്നുള്ളതാണ്. അതായത് കാലുകൾ നീട്ടി വെച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാലുകൾ നീട്ടി വെച്ചിട്ട് വേഗത്തിൽ നടക്കുന്നതിനാണ് സ്ട്രെയ്ഡ് എന്ന് പറയാം. അപ്പോൾ റിച്ച് നടക്കുന്നുണ്ടല്ലോ, ഇതുപോലെ കാലിങ്ങനെ അകത്തി വെച്ച് നടക്കുക. അടുത്തത് ട്രോട്ട്, അതായത് അടുപ്പിച്ച് വെച്ച് വളരെ വേഗത്തിൽ നടക്കുക. നമ്മൾ ഓടുമ്പോഴൊക്കെ കുതിക്കുന്ന പോലെ നടക്കുന്നതിന്, അതിവേഗത്തിൽ കുതിക്കുന്ന പോലെ നടക്കുന്നതിനാണ് ട്രോട്ട് എന്ന് പറയാം. അപ്പോൾ റിച്ച് നടക്കുന്ന പോലെ വേഗത്തിൽ നടക്കുക. അടുത്തത് സ്റ്റാഗർ എന്നുള്ളതാണ്. സ്റ്റാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ ആടി നടക്കുന്നതിനാണ് സ്റ്റാഗർ എന്ന് പറയാം. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കത്തി കൊണ്ടൊരു കുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആളിങ്ങനെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ആടി നടക്കുന്നതിനാണ് സ്റ്റാഗർ എന്ന് പറയുന്നത്. അടുത്തത് ലിംബ് എന്നുള്ളതാണ്. ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടന്ത എന്നുള്ളതാണ്. ഇപ്പോൾ കാലുമ്മോ വല്ല മുള്ളു കുത്തിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾ നടക്കുന്നതിനാണ് എന്ത് പറയുക, ഈ ലിംബ് എന്ന് പറയുക. കഷ്ടപ്പെട്ട് ഇങ്ങനെ മുടന്തിയിട്ട് പ്രയാസപ്പെട്ട് നടക്കുക എന്നുള്ളതാണ് ലിംബ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ റിച്ചു 5 തരത്തിലുള്ള നടത്തങ്ങളാണ് റിച്ചു ഇപ്പോൾ കാണിച്ചു തന്നത്. ഞാൻ ഈ വീഡിയോയിൽ 5 തരം നടത്തങ്ങളാണ് കാണിച്ചു തന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ ആൾ.